Hello friends, welcome to Xylem IAS. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC Prelims 2025 ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു? മിക്ക ആൾക്കാർക്കും ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിട്ടാണ് തോന്നിയത്. ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാം. ഇനി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ്. ട്രെൻഡ് വേരിയേഷൻ ഉണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ട്രെൻഡിൽ വേരിയേഷൻ ഉണ്ട്, പക്ഷേ ക്ലൈമറ്റോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് അറ്റ്മോസ്ഫിയർ, ക്ലൗഡ്, ദെൻ നമ്മുടെ ഐസോതേർംസ് ഡീവിയേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ പൊതുവെ UPSC ചോദിക്കുന്ന മൂന്ന് ടോപ്പിക്സ് ആണ്. ഈ മൂന്ന് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക, കഴിഞ്ഞ വർഷത്തെ അതേ ടോപ്പിക്സിൽ നിന്ന് തന്നെ ആ മൂന്ന് കാര്യങ്ങളിൽ UPSC ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് UPSC ചോദിച്ചിരുന്നത് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ടെറിട്ടറീസ് ആണ്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഈ വർഷത്തെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്ലേസസ് ഇൻ ന്യൂസ് അല്ല. അതായത് ന്യൂസിൽ വന്ന പ്ലേസസിനെ കുറിച്ചല്ല UPSC ചോദിച്ചേക്കുന്നത്. ഒരു ജനറൽ അവയർനെസ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പക്ഷെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതും ടഫ്നെസ് കുറച്ച് കൂടുതലാണ്. എസ്പെഷ്യലി ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ടഫാണ് എന്ന് പറയുമ്പോൾ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് ജോഗ്രഫിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്തു. സാധാരണ റിസോഴ്സ് ജോഗ്രഫിയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഈ വർഷം റിസോഴ്സ് ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇനി എണ്ണം കൂടി എന്നുള്ളത് മാത്രമല്ല, റിസോഴ്സ് ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡും കൂടെയാണ്. കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അതിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ലോജിക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ആ 2 മണിക്കൂർ നമ്മൾ എക്സാം സ്ട്രെസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ ലോജിക്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 2 hours ആ എക്സാം സ്ട്രെസ്സിൽ ആ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടാണ്. പക്ഷെ നന്നായി സ്ട്രെസ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ലോജിക്കലി സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ്. പക്ഷെ ഞാൻ പറയുന്നു, ചില ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോജിക്കലി ആൻസർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്കിഷ് നോളജിൽ നിന്നുള്ള ബേസിസിൽ ആൻസർ ചെയ്യാവുന്നത് ആണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് അതേസമയം തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല എന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് നോക്കാം. അവിടെ എവിടെ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്, എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ടൈം സോണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ ബേസിക് ജോഗ്രഫി ക്വസ്റ്റ്യനാണ് ഇത്. പക്ഷേ ഇതിന്റെ ലെവൽ എന്ന് പറയുന്നത് ടഫാണ്. ഈ ക്വസ്റ്റ്യൻ തീർത്തും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ്: യുണൈറ്റഡ് കിങ്ഡം, ഡെൻമാർക്ക്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ബ്രസീൽ. ഹൗ മെനി എബവ് കൺട്രീസ് ഹാവ് മോർ ദാൻ 4 ടൈം സോൺസ്? 4-ലധികം ടൈം സോൺസ് ഉള്ള രാജ്യങ്ങളാണ് ചോദിച്ചത്. 4 അല്ല, 4-ലധികം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കാര്യം അറിയായിരിക്കും. നമ്മൾ ടൈം സോൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ടൈം സോൺസ് ഉള്ള രാജ്യം പലരുടെയും വിചാരം അത് റഷ്യ ആണെന്നാണ്. പക്ഷെ അല്ല, ഫ്രാൻസ് ആണ് എന്ന് നമ്മൾ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിന് ഒരുപാട് കോളനീസ് ഉണ്ട്. അപ്പോൾ ഈ കോളനീസിലേക്ക് ടൈം സോൺസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസിനാണ് ഏറ്റവും കൂടുതൽ ടൈം സോൺ. അപ്പോൾ ആ ഒരു ലോജിക്ക് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ഈ പറയുന്ന കൺട്രികളുടെ ലോഞ്ചിറ്റ്യൂണൽ എക്സ്പാൻസിന്റെ ബേസിസിലല്ല ഇവിടെ ടൈം സോൺ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഒരു സ്റ്റുഡന്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ലോഞ്ചിറ്റ്യൂണൽ എക്സ്പാൻഡ് വെച്ചിട്ടായിരിക്കും എക്സാം ഹോളിൽ ചിന്തിക്കുക. അതിലുപരി നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഈ രാജ്യങ്ങൾക്ക് കോളനീസ് ഉണ്ടോ, ആ കോളനീസിൽ വരുന്ന ടൈം സോൺസും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അവരുടെ ടോട്ടൽ ടൈം സോൺസ് പറയുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇത് തെറ്റാനും ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്തും നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും ടൈം സോൺ ഒന്നും പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക പോസിബിൾ അല്ല. അപ്പോൾ കുറേ പേര് ഇത് ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. കുറേ പേര് ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് ആൻസർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡം നമുക്ക് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് കിങ്ഡം UKക്ക് ഒരുപാട് കോളനീസ് ഉണ്ട്, സബ്സിഡറി ഏരിയാസ് ഉണ്ട്. അവിടത്തേക്ക് ടൈം സോൺസ് കൂട്ടുകയാണെങ്കിൽ UKക്ക് ഒരുപാട് ടൈം സോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെൻമാർക്കിനും എന്തുണ്ട്, സബ്സിഡറി ഏരിയാസും ഉണ്ട്. അവർ റൂൾ ചെയ്യുന്ന മറ്റ് പ്രദേശങ്ങളുണ്ട്. അവിടേക്കുള്ള ടൈം സോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെൻമാർക്കിനും ടൈം സോൺസ് കൂടുതലാണ്. ഇനി ന്യൂസിലൻഡിന്റെ കേസിലോട്ട് വരുമ്പോൾ പലർക്കും ന്യൂസിലൻഡ് ചെറിയൊരു രാജ്യമല്ലേ, അപ്പോൾ അവർക്ക് ടൈം സോൺസ് കുറവായിരിക്കില്ലേ എന്നൊരു ചിന്ത വരാം. പക്ഷെ ന്യൂസിലൻഡിന് 5 ടൈം സോൺസ് ഉണ്ട്. അതായത് 3 അതിന് വിത്തിൻ ന്യൂസിലൻഡും അതുപോലെ തന്നെ 2 ടൈം സോൺസ് ഔട്ട്സൈഡ് ന്യൂസിലൻഡ് അല്ലെങ്കിൽ അവരുടെ സബ്സിഡറി ഏരിയാസിലായിട്ട് ഉണ്ട്. അപ്പം
ഇവിടെയും 5 ടൈം സോൺ ഉണ്ട്. ഇനി ഓസ്ട്രേലിയക്കും 5 ടൈം സോൺ ഉണ്ട്. അപ്പോൾ ബ്രസീലിലോട്ട് വരുമ്പോൾ 4 ടൈം സോൺസേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് ബ്രസീലിന് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ബ്രസീലിന് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ മോർ ദാൻ 4 ടൈം സോൺസ് എന്നാണ് ചോദിച്ചത്. 4 ടൈം സോൺസിൽ അധികം ഉള്ളത് 1, 2, 3 and 4 ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് വരിക. only 4. 4 പേർക്കാണ് 4-ലധികം ടൈം സോൺസ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈസി ആണെന്ന് വായിക്കുമ്പോൾ തോന്നും, പക്ഷേ ഈസി അല്ല, അത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആണ്. നമ്മൾ ഡേറ്റ് കാൽക്കുലേഷനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈസ്റ്റിലോട്ട് പോകുന്തോറും ഗെയിൻ ആൻഡ് ആഡ് ആണ്. ഒരാൾ ഇന്റർനാഷണൽ ടൈം ലൈനിന്റെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ അവിടെ ഗെയിൻ ആൻഡ് ആഡ് ആണ്. ഒരു ദിവസം ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ വെസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ലോസ് ആണ് സംഭവിക്കുക, അതായത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഈസ്റ്റ് ഗെയിൻ ആൻഡ് ആഡ്, വെസ്റ്റ് ലോസ് ആൻഡ് സബ്സ്ട്രാക്ട്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അനാദിർ ഇൻ സൈബീരിയ. സൈബീരിയ എവിടെയെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം, എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. റഷ്യ, അത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സൈബീരിയ, അത് റഷ്യയിലാണ്. ആൻഡ് നോം ഇൻ അലാസ്ക എവിടെയെന്ന് എല്ലാവർക്കും അറിയാം, US-ലാണ്. are a few kilometers from each other, but when people are waking up and getting set for breakfast in these cities, it would be different days. അതായത് റഷ്യയിലും US-ലും നിങ്ങൾ സൈബീരിയ അലാസ്ക എന്ന് എടുക്കുന്നതിന് പകരം നിങ്ങൾ റഷ്യ US എന്ന് എടുത്താലും മതി. റഷ്യയിലും US-ലും ഡിഫറെൻറ്റ് ടൈം ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിലും ആ ഡേറ്റ് ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, റഷ്യ ഒരു ഈസ്റ്റേൺ നേഷൻ ആണ് അല്ലേ. ഈസ്റ്റിലാണ് റഷ്യ ഇരിക്കുന്നത്, എന്നാൽ നമ്മുടെ US ഇരിക്കുന്നത് വെസ്റ്റിലാണ്. അപ്പോൾ റഷ്യ ഒരു ദിവസം മുൻപിലായിരിക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, വെൻ മൺഡേ ഇൻ അനാദിർ എന്ന് പറയുന്നത് റഷ്യയാണ്. ഓക്കെ, അനാദിർ എന്ന് പറയുന്നത് റഷ്യയാണ്. അതായത് റഷ്യയിൽ മൺഡേ ആയിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ട്യൂസ്ഡേ ഇൻ നോം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ US-ൽ ട്യൂസ്ഡേ ആയിരിക്കും എന്നാണ് പറയുന്നത്. നേരെ തിരിച്ചാണ് വരേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഇവിടെ റഷ്യ ആക്ച്വലി ഈസ്റ്റിലാണ്, അപ്പോൾ റഷ്യയിലാണ് ട്യൂസ്ഡേ വരേണ്ടത്. എന്നാൽ അതേസമയം US-ൽ എന്താ വരണ്ടേ? മൺഡേ ആണ് വരേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പക്ഷെ ശരിയാ. കാരണം എന്താ? കാരണം റഷ്യയും അലാസ്കയും നമുക്കറിയാം ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ 2 സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ 2 സൈഡിലാണ്. റഷ്യ ഈസ്റ്റിലാണ് വരുന്നത്, അലാസ്ക അല്ലെങ്കിൽ US വരുന്നത് ടൈം ലൈനിന്റെ വെസ്റ്റിലാണ്. അപ്പോൾ ടൈം ലൈൻ അല്ല, ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഡേറ്റ് ചേഞ്ച് ചെയ്യും. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാ? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യാതാലേ നമുക്ക് റഷ്യയിൽ നിന്ന് US-ലോട്ടും US-ൽ നിന്ന് റഷ്യയിലോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബവ് ആർ കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 only ആണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ബെറിംഗ് സ്ട്രെയിറ്റ്. ഈ ബെറിംഗ് സ്ട്രെയിറ്റിനുള്ളിലൂടെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോകുന്നത്. അതിന്റെ ഈ സൈഡിനെയാണ് വെസ്റ്റ് എന്ന് പറയുന്നത്, ഈ സൈഡാണ് ഈസ്റ്റ്. റഷ്യയുടെ സൈഡാണ് ഈസ്റ്റ്, അലാസ്കയുടെ സൈഡ് അല്ലെങ്കിൽ US-ന്റെ സൈഡാണ് വെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റിലാണ് ഫസ്റ്റ് ഡേറ്റ് വരിക. അപ്പോൾ ഈസ്റ്റിൽ നമ്മുടെ ട്യൂസ്ഡേ ആണെങ്കിൽ, ഈസ്റ്റിൽ ഇന്ന് ട്യൂസ്ഡേ ആണെങ്കിൽ വെസ്റ്റിൽ മൺഡേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇതിൽ ലിഥിയം എന്നുള്ള ടോപ്പിക് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ലിഥിയം ട്രയാങ്കിളിനെ കുറിച്ചും ലിഥിയം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നേഷൻ ഏതാണെന്നും നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ ഡയമണ്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. നിക്കൽ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇപ്പോൾ മേജർ റിസോഴ്സസ് ഉണ്ട്, കോള്, അയൺ, നിക്കൽ, ലിഥിയം. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ്, മൈക്ക. ഇങ്ങനെയുള്ള കുറച്ച് മിനറൽസ് ഉണ്ട്, ഒരു 10-15 മിനറൽസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ മിനറൽസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, അതിൻ്റെ റിസർവ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ബോട്സ്വാന ഡയമണ്ട് നമുക്കറിയാം, ബോട്സ്വാന ലാർജസ്റ്റ് ഡയമണ്ട് കളക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ശരിയാണ്. ചിലി നമുക്കറിയാം ലിഥിയം ട്രയാങ്കിളിൽ വരുന്ന ഒരു രാജ്യമാണ്, ലിഥിയം റിസർവ് കൂടുതലുള്ള രാജ്യമാണ്. നിക്കൽ, ഇന്തോനേഷ്യയിൽ നിക്കൽ റിസർവ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് 3ഉം ശരിയാണ്. ഇൻ ഹൗ മെനി ഓഫ് ദ എബവ് റോസ് ഈസ് ഗിവൺ ഇൻഫർമേഷൻ കറക്റ്റ്ലി മാച്ച്ഡ്? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, all the 3. ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഇത്
ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റിസോഴ്സ് ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്. കാരണം നമ്മൾ റിസോഴ്സ് ജോഗ്രഫി ക്ലാസ് എടുക്കുമ്പോൾ വളരെ കുറച്ച് മിനറൽസും അവരുടെ പ്രൊഡക്ഷനും മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുക. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് മൂന്നും. അപ്പോൾ ഇത് ശരിയാണ്. മൂന്ന് പെയേഴ്സും ശരിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് മാപ്പിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ കാര്യമായി വന്നിട്ടില്ല. ന്യൂസ് പേപ്പറിൽ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ന്യൂസ് പേപ്പറിൽ കാര്യമായി ആഴ്ചകളോളം ഒന്നും ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളല്ല. മലോർക്ക എന്ന് പറയുന്നത് സ്പെയിനിലെ സ്ഥലമാണ്, അത് ഇറ്റലിയിലെ സ്ഥലമല്ല. പലർക്കും മലോർക്ക എവിടെയാന്ന് അറിയില്ല. അപ്പം മലോർക്ക ചില ആൾക്കാർക്ക് അറിയാം, ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാൻ പറ്റും. കാരണം സ്പാനിഷ് ഫുട്ബോൾ ലീഗിലെ ഒരു ടീമിന്റെ പേരാണ് മലോർക്ക. അത് മിക്കവാറും ആൺകുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കും സ്പാനിഷ് ഫുട്ബോൾ ലീഗിന്റെ കളികളൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. മലോർക്ക എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ട് ഇവിടെ. നമ്മുടെ അസീം സാർ ഇടക്കിടക്ക് പറയാറുണ്ട്. അപ്പോൾ ആ മലോർക്ക സ്പെയിനിലാണ്. അപ്പോൾ അങ്ങനെ അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഇനി നോർമണ്ടി ഫ്രാൻസിലാണ്. ഇതും ഈ പറയുന്ന പോലെ എല്ലാവർക്കും അറിയണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ ബാറ്റിൽ ഓഫ് നോർമണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഹിന്ദുവിൽ ഈ വർഷം. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് അത് ഒരാൾ വായിച്ചിരിക്കണം. എല്ലാ ദിവസത്തെയും ന്യൂസും കറക്റ്റായിട്ട് ഓർത്തിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ഈ വർഷം ഹിന്ദുവിൽ ഇത് വന്നിട്ടുണ്ട് ഒരു ദിവസം. അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഞാൻ പറയുന്നില്ല. ഇനി സാർഡീനിയ നിങ്ങൾ നമ്മുടെ ഇറ്റലി യൂണിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സാർഡീനിയ എന്ന് പറയുന്നത് ഇറ്റലിയിലാണ്. അത് നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സാർഡീനിയ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച്. അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ്. ലഗൂൺസ് ഒക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ ഈ 3 പെയേഴ്സും തെറ്റാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല. കാരണം മലോർക്ക എനിക്ക് തോന്നുന്നു കുറേ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബാറ്റിൽ ഓഫ് നോർമണ്ടി കേട്ടിട്ടുള്ളവർക്ക് അറിയാം, അതർവൈസ് അറിയാൻ ചാൻസ് ഇല്ല. നിങ്ങളിൽ കുറച്ചെങ്കിലും കേട്ട് പരിചയമുള്ളത് നിങ്ങൾക്ക് സാർഡീനിയ എന്നുള്ള സ്ഥലമായിരിക്കും. ഓക്കെ, ബാക്കി അറിയാൻ ഒരു ചാൻസും ഇല്ല. ഇത് 3 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ. അപ്പോൾ ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് ഇത്. അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം, ഇവിടെ ലോജിക് ഒന്നും വർക്ക് ചെയ്യില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ, എ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ വിച്ച് വിൽ കണക്ട്. നോർത്ത് സൗത്ത് കോറിഡോറിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മുടെ പ്രിലിംസ് എക്സ്ട്രീം പ്രോഗ്രാമിൽ പ്ലേസസ് ഇൻ ന്യൂസിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞായിരുന്നു ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷവും UPSC ട്രാൻസ്പോർട്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു സാധനം നോക്കിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് തെറ്റിക്കാൻ പാടുള്ള ഒരു സാധനമല്ല. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിലോട്ട് കണക്ട് ചെയ്ത് പിന്നെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു കോറിഡോറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, മുംബൈയിൽ നിന്ന് ഇറാനിലെ ബന്ദർ അബ്ബാസിലോട്ട് കണക്ട് ചെയ്യും. അവിടെ നിന്ന് നമ്മുടെ സെന്റ് പീറ്റേഴ്സ്ബർഗ് വരെ, റഷ്യ വരെ പോകുന്ന കോറിഡോറിനെയാണ് നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇതിനു മുൻപും കഴിഞ്ഞ വർഷങ്ങളിലും UPSC ചോദിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇന്ത്യ ടു സെൻട്രൽ ഏഷ്യ ടു യൂറോപ്പ് വയ ഇറാൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ദ വേൾഡ് ബാങ്ക് വാണ്ട് ദാറ്റ് ഇന്ത്യ കുഡ് ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് പ്ലേസസ് വെയർ വെറ്റ് ബൾബ് ടെമ്പറേച്ചേഴ്സ് റുട്ടീൻലി എക്സീഡ് 35 ഡിഗ്രി സെൽഷ്യസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് എബവ് സെഡ് റിപ്പോർട്ട്. അതായത് വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലരും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ ആയിട്ടുണ്ടാവും. കാരണം അതൊരു ടെക്നിക്കൽ ടേം ആണ്. കുറേ കുട്ടികൾക്ക് അത് എന്താണ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്തായാലും ടെമ്പറേച്ചർ ആണ്, അത് 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ ഇറ്റ്സ് എ ടെമ്പറേച്ചർ റീഡിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് above 35 ഡിഗ്രി സെൽഷ്യസ്. സോ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒരു തിങ്കിങ് പ്രോസസ്സ് നടത്താം.
35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് ടെമ്പറേച്ചർ വന്നു. ഇനി കുറച്ചും കൂടെ കടന്ന് ചിന്തിച്ചാൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഹ്യൂമിഡിറ്റി, വെറ്റ് എന്നാ പറയുന്നത്. അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഹ്യൂമിഡിറ്റി, ഒരു ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് ടെമ്പറേച്ചർ 35 ഡിഗ്രി, ഹൈ ഹ്യൂമിഡിറ്റി വിത്ത് ടെമ്പറേച്ചർ മോർ ദാൻ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അങ്ങനെ ആയാൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കാം എന്നതാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, പെനിൻസുലാർ ഇന്ത്യ വിൽ മോസ്റ്റ് ലൈക്ലി സഫർ ഫ്രം ഫ്ലഡിംഗ്, ട്രോപ്പിക്കൽ സൈക്ലോൺ, ഡ്രൗട്ട്സ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഗ്ലോബൽ വാർമിംഗ് നടക്കുന്ന ഈ ഒരു സമയത്ത് സൈക്ലോൺസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ഫ്ലഡിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹ്യൂമിഡിറ്റി ലെവൽ കൂടുകയും ടെമ്പറേച്ചർ കൂടുകയും ചെയ്താൽ മഴയ്ക്കുള്ള ചാൻസ് കൂടും. മഴയ്ക്കുള്ള ചാൻസ് കൂടുകയാണെങ്കിൽ ഫ്ലഡിനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് ഓഷന്റെ മുകളിലാണെങ്കിൽ സൈക്ലോണിന് കാരണമാവും, ട്രോപ്പിക്കൽ സൈക്ലോണിന് കാരണമാവും. ഇനി ഒരു സ്ഥലത്ത് മഴ അധികമാണെങ്കിൽ വേറൊരു സ്ഥലത്ത് അത് ഡ്രൗട്ടിനുള്ള കാരണമാവും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാണ്. ഇതിൽ നിങ്ങൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പൂർണ്ണമായും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ടെമ്പറേച്ചർ കൂടി എന്തൊക്കെ സംഭവിക്കും അത് ഇവിടെ സംഭവിക്കാം. ഇനി അടുത്തത്, ദ സർവൈവൽ ഓഫ് ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് വിൽ ബി അഫക്റ്റഡ് ആസ് ഷെഡിങ് ഓഫ് ദെയർ ബോഡി ഹീറ്റ് ത്രൂ പെർസ്പിറേഷൻ ബിക്കംസ് ഡിഫിക്കൾട്ട്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ആനിമൽസിനും ഹ്യൂമൻസിനും പെർസ്പിറേഷൻ വഴി അല്ലെങ്കിൽ സ്വെറ്റ് വഴി അവരുടെ ഹീറ്റ് ഷെഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ പലരും എക്സാം ഹോളിൽ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇതിൽ ടെക്നിക്കൽ ടേം ആയിട്ടുള്ള വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന ടെക്നിക്കൽ ടേം യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ എക്സാം സ്ട്രെസ്സിൽ ഇത് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ചൂടും കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? സ്വെറ്റ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ പുറത്തോട്ടേക്ക് പോകും. പക്ഷെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണെങ്കിൽ, ഹൈ ഹ്യൂമിഡിറ്റിയിലാണ് അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, അറ്റ്മോസ്ഫിയർ സാച്ചുറേറ്റഡ് ആണ്. അറ്റ്മോസ്ഫിയർ സാച്ചുറേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ അറ്റ്മോസ്ഫിയറിന് നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ എടുക്കേണ്ട കാര്യമില്ല. അറ്റ്മോസ്ഫിയറിൽ വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് സ്വെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അറ്റ്മോസ്ഫിയറിന് ഓൾറെഡി എന്തുണ്ട്? ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോയില്ല. നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ സ്വെറ്റ് രൂപത്തിൽ പുറത്തോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഹീറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി ശരിയാണ്. പക്ഷെ ഇത്രയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ വളരെ കാമായിരിക്കണം. അത് പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ബിലോ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് 1 and 2. ഇനി ഇത് ഒരു 2023 വന്ന ന്യൂസാണ്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. 2023 അതുപോലെ 24 തുടക്കത്തിലും ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഇതാ ന്യൂസ് പേപ്പറിന്റെ കട്ടിംഗ് ആണ്. A November report by World Bank cautioned that India could become one of the first place in the world where wet bulb temperature could soar past the survivability threshold of 35 degree Celsius. അതായത് ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു 2023. 2024 തുടക്കത്തിലും ഈ ഒരു ന്യൂസ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. എന്നോർത്ത് ഈ ന്യൂസ് പേപ്പർ വായിക്കണം, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യണം എന്ന് ഇല്ല. ഓക്കെ, കാരണം ഇതിലൊരു സ്ഥലത്തും ഈ ന്യൂസ് ഞാൻ 1-2 ന്യൂസ് പേപ്പറിൽ നോക്കിയായിരുന്നു. പക്ഷെ ആ ന്യൂസ് പേപ്പറിലൊന്നും ഈ പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ ലോജിക്ക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി പക്ഷേ ഡിഫിക്കൽട്ട് അല്ല എന്ന് പറയുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, some rare earth elements are used in the manufacture of flat television screen and computer monitors. സം എന്നാ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഉണ്ട്. ഏകദേശം 18ഓളം റെയർ എർത്ത് മിനറൽസ് ഉണ്ട്. അതിൽ കുറച്ച് റെയർ എർത്ത് മിനറൽസ് കമ്പ്യൂട്ടർ മോണിറ്റേഴ്സും അതുപോലെ ടെലിവിഷൻ മോണിറ്റേഴ്സും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം റെയർ എർത്ത് മിനറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിസോഴ്സ് ജോഗ്രഫിയിൽ. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത് തന്നെ ഇലക്ട്രോണിക് മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണ്. എന്നിട്ട് പറയുന്നു സം റെയർ എർത്ത് എലമെന്റ്സ് ഹാവ് ഫോസ്ഫറസെന്റ് പ്രോപ്പർട്ടീസ്. ഇവിടെയാണ് കുറേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരിക.
പക്ഷേ ഇവിടെ സം എന്നാ ഉപയോഗിച്ചേക്കുന്നത്. പൊതുവേ UPSC സം, നമ്മൾ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സം മഷ്റൂംസ് ഹാവ് പോയിസണസ് ഇൻ നേച്ചർ, സം മഷ്റൂംസ് ഹാവ് വൈബ്രന്റ് കളേഴ്സ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ ശരിയാവാറുണ്ട്. UPSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ ശരിയാണ് അല്ലെ. ചില റെയർ എർത്ത് മിനറൽസിന് ഫോസ്ഫറസെന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫോസ്ഫറസെന്റ് ആ വേർഡ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ഫ്ലൂറസെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഫ്ലൂറസെന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഫോസ്ഫറസെന്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് എമിറ്റ്സ് ലൈറ്റ്, അതാണ്. പക്ഷെ ഫ്ലൂറസെന്റിൽ നിന്ന് ഡിഫറെന്റ് ആണ്, അത്രേ ഉള്ളൂ. അതായത് TV ആണെങ്കിലും മോണിറ്റർ ആണെങ്കിലും എല്ലാത്തിലും ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിനാണ് ഫോസ്ഫറസെന്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. സമ്മ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് വിൽ ബി റൈറ്റ് ഇൻ UPSC. ആ ഒരു സംഭവം അറിയാമെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിട്ടുള്ളവർക്ക് ഇത് UPSCയുടെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് രണ്ട് ശരിയാണെന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഫസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് 1. ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. ആർട്ടിഫിഷ്യൽ വേ ഓഫ് കോസിങ് റെയിൻഫോൾ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ മേക്ക് ദ യൂസ് ഓഫ്. അതായത് നമുക്ക് എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഇടയ്ക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാറുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ നമുക്കറിയാം മഴവെള്ളത്തിൽ ലയിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ എയർ പൊല്യൂട്ടൻസും സെറ്റിൽ ചെയ്യപ്പെടും. അപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ? ഇതൊരു ഫേമസ് ഫാക്റ്റ് ആണ്. സിൽവർ അയഡൈഡും പൊട്ടാസ്യം അയഡൈഡും. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. നമ്മൾ പൊതുവെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എൻവയോൺമെന്റ് എക്കോളജിയിൽ വായിച്ചിട്ടുണ്ടാകും. സിൽവർ അയഡൈഡും പൊട്ടാസ്യം അയഡൈഡും സ്പ്രേ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ക്ലൗഡ്സ് ഉണ്ടാക്കി മഴ പെയ്യിക്കാറുണ്ട്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, സിൽവർ അയഡൈഡ് ആൻഡ് പൊട്ടാസ്യം അയഡൈഡ്. ഇത് ഫാക്ച്വൽ ആണ്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഫാക്ച്വൽ തിങ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്: പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ, റിഫൈനിങ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോളിയം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് പെട്രോളിയം പ്രോഡക്റ്റ്, then production of natural gas. How many of the above activities are regulated by petroleum and natural gas regulatory board in our country? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നാണ്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, റെഗുലേറ്ററി ബോർഡാണ്. റെഗുലേറ്ററി ബോർഡിന് റെഗുലേറ്റ് ചെയ്താൽ മതി, അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അത് മാത്രമല്ല, ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഇതിനു മുൻപും UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത ആൾക്കാർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഈ സംഭവം ഇതിനു മുമ്പ് UPSC ഇതേ ബോഡിയെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓർഗനൈസേഷനെ കുറിച്ച്. അപ്പോൾ ആ ഓർഗനൈസേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് പ്യുവർലി ഉപയോഗിച്ചാൽ മതി. റെഗുലേഷൻ ആണ്. പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിലും പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസും ചെയ്യുന്നത് ഇവരല്ല. അതായത് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കമ്പനീസ് ആണ്. അതിൽ ഇവർക്ക് എന്തില്ല, ഇവർക്ക് റോളില്ല. ഇവരുടെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റിഫൈനിങ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, സെയിൽ, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഫസ്റ്റും ഫോർത്തും തെറ്റാണ്, 2ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, only 2 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ ഹാസ് ജോയിൻഡ് മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ആസ് എ മെമ്പർ. അപ്പോൾ ഇന്ത്യ മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിൽ ഒരു മെമ്പറായി ജോയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് കണ്ട് കുറേ പേര് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്ത്യ ഈസ് എ റിസോഴ്സ് റിച്ച് കൺട്രി in all the 30 critical minerals that it has identified. നോക്കിക്കേ, ഇന്ത്യ റിസോഴ്സ് റിച്ച് കൺട്രി ആണ്. എല്ലാ 30 ക്രിട്ടിക്കൽ മിനറൽസും, എല്ലാ ക്രിട്ടിക്കൽ മിനറൽസും ഇന്ത്യയിലുണ്ടെന്ന്. നമ്മൾ റിസോഴ്സ് ജോഗ്രഫി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് തന്നെ എന്താണ്? ഇന്ത്യ കുറേ റിസോഴ്സസിന്റെ കേസിൽ ഡെഫിസിറ്റ് ആണ്. ഇന്ത്യ മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസും പുറം രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. നിക്കലില്ല, കൊബാൾട്ട് ഇല്ല, ഇതൊക്കെ കോപ്പർ ഇല്ല, ഇതെല്ലാം ഇന്ത്യ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ, ഇപ്പോൾ മൈക്ക അല്ലെങ്കിൽ ബോക്സൈറ്റ് പോലുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൂ. മേജർ മിനറൽസ് ഇന്ത്യ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടിയാൽ തന്നെ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, 1 and 3 only. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി PIB അല്ലെങ്കിൽ കറണ്ട് അഫെയർ വായിച്ച ഒരാൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നറിയാൻ പറ്റും. അതുപോലെ കറണ്ട് അഫെയർസ് വായിച്ച ഒരാൾക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിയാൻ പറ്റും. പാർലമെന്റ് ഇൻ
2023 has amended Mines and Minerals Act 1957, empowering the central government to exclusively auction mining lease and composite license for certain critical minerals. ഇത് രണ്ടും കറണ്ട് അഫെയർ വായിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇത് റിസോഴ്സ് ജോഗ്രഫി ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഫാക്കൽറ്റി ആദ്യം പറയുന്ന കാര്യമാണ്, ഇന്ത്യ റിസോഴ്സസിന്റെ കേസിൽ സെൽഫ് സഫീഷ്യന്റ് അല്ല. മോസ്റ്റ് ഓഫ് ദ റിസോഴ്സും ഇന്ത്യ എന്താ ചെയ്യുന്നത്, ഇമ്പോർട്ടാ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു സിമ്പിൾ ഫാക്ട് അറിയാമെങ്കിൽ യു ക്യാൻ കം ടു ദ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following countries: Bolivia, Brazil, Colombia, Ecuador, Paraguay, Venezuela. Andes Mountains passes through how many of the above countries? ഈ ക്വസ്റ്റ്യൻ ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതൊരു ബേസിക് മാപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വേൾഡിലെ പ്രധാനപ്പെട്ട മൗണ്ടൻസ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാം. ആൽപ്സ്, റോക്കീസ്, അതുപോലെ തന്നെ ഹിമാലയ, ആൻഡീസ്, ഈ അറ്റ്ലസ് മൗണ്ടൻസ് എല്ലാം. അപ്പോൾ ഈ മൗണ്ടൻസ് ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നു? നിങ്ങൾക്ക് സൗത്ത് അമേരിക്കയുടെ മാപ്പ് അറിയാമെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സൗത്ത് അമേരിക്കയുടെ മാപ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ബ്രസീലിൽ കൂടെ ഇത് കടന്നു പോകുന്നില്ല, അതുപോലെ പരഗ്വയിൽ കൂടെ ഇത് കടന്നു പോകുന്നില്ല. കാരണം ബ്രസീലും പരഗ്വയും കുറച്ച് ഈസ്റ്റിലോട്ട് നീങ്ങിയാണ് ഇരിക്കുന്നത്. എന്നാൽ അതേസമയം ബൊളീവിയ, കൊളംബിയ, ഇക്വഡോർ, വെനിസുല എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ വെസ്റ്റേൺ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നില്ല, ബാക്കി 1, 3, 4, 6 കൂടെ കടന്നു പോകുന്നുണ്ട്. സോ അവർ ആൻസർ ഈസ് only 4. ആൻസർ ഒരു ഓപ്ഷൻ സി ആണ്, only 4. ഇത് ആൻഡീസ് മൗണ്ടൻസ് കടന്നു പോകുന്ന രാജ്യങ്ങൾ കൃത്യമായി അറിഞ്ഞില്ലെങ്കിലും സൗത്ത് അമേരിക്കയുടെ മാപ്പ് ഏകദേശം അറിയാമെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഒരുപാട് ഈസി ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും എല്ലാ കോണ്ടിനെന്റിന്റെ മാപ്പ് കാണാപ്പാടെ അറിയണമെന്ന് നിർബന്ധമില്ല. സോ ഇറ്റ്സ് എ മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടോ ഇവിടെ പരഗ്വൈ കുറച്ച് നീങ്ങിയിരിക്കുന്നത്, അതുപോലെ ബ്രസീൽ ഇരിക്കുന്നതും കുറച്ച് നീങ്ങിയാണ്. ബാക്കി നോക്കിയാൽ വെനിസ്വല, കൊളംബിയ, ഇക്വഡോർ, അതുപോലെ പെറു, ചിലി, അർജന്റീന, ഇവരെല്ലാം ഈ വെസ്റ്റേൺ ഭാഗത്ത് വരുന്ന സ്ഥലങ്ങളാണ്, വെസ്റ്റേൺ ഫ്രിഞ്ചസിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത്. കൺസിഡർ ദ ഫോളോയിങ് വാട്ടർ ബോഡീസ്: ലേക്ക് തങ്കാനിക്ക, ലേക്ക് ടോൺലെ സാപ്പ്, പാറ്റോസ് ലഗൂൺ. ത്രൂ ഹൗ മെനി ഓഫ് ഡസ് ദ ഇക്വേറ്റർ പാസസ്? ഇതിൽ ഏതൊക്കെ ലേക്സിലൂടെയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ശരിക്കും നല്ല ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പലരും തന്നെ ഈ ലേക്സ് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലേക്ക് ടോൺലെ സാപ്പോ അല്ലെങ്കിൽ പാറ്റോസ് ലഗൂണോ ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു ലേക്ക് എന്ന് പറയുന്നത് ലേക്ക് തങ്കാനിക്കയാണ്. അതൊരു റിഫ്റ്റ് വാലി ലേക്കാണ് എന്ന് അറിയാം. ഓക്കെ, ബാക്കി 2 ലേക്സിനെ കുറിച്ച് ഞാനും കേട്ടിട്ടില്ല. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യുക, അറിയില്ലെങ്കിൽ വിടുക, അത്രേ ഉള്ളൂ. അവിടെ അറിയാമെങ്കിൽ ചെയ്യാം, അറിയില്ലെങ്കിൽ വിടുക, അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് അറ്റൻഡ് ചെയ്യാൻ പോയാൽ പണി കിട്ടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ലേക്ക് തങ്കാനിക്ക ഭയങ്കര ട്രിക്കിയാണ്. കാരണം എന്താണെന്നറിയാവോ? ഇത് ഇക്വേറ്ററിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 3 ഡിഗ്രി to 8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നിയർ ടു സദേൺ ലാറ്റിറ്റ്യൂഡ് ആണ്, അതായത് നിയർ ടു ഇക്വേറ്റർ. ഇക്വേറ്ററിനോട് വളരെ ചേർന്നാണ് ലേക്ക് തങ്കാനിക്ക കിടക്കുന്നത്. അപ്പൊ ഇതൊരു ട്രാപ്പാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇക്വേറ്റർ ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നില്ല. ഇനി ലേക്ക് ടോൺലെ സാപ്പ്, ഇത് കംബോഡിയയിൽ വരുന്ന ഒരു ലേക്കാണ്. കംബോഡിയയുടെ ഉള്ളിൽ കൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നില്ല. അപ്പൊ പിന്നെ എന്തായാലും ഇതിന്റെ ഉള്ളിൽ കൂടെ ഇക്വേറ്റർ കടന്നു പോകാൻ ചാൻസ് ഒന്നുമില്ല. ഇനി പാറ്റോസ് ലഗൂൺ എന്ന് പറഞ്ഞാൽ ബ്രസീലിലാണ് വരുന്നത്. ബ്രസീലിൽ കൂടെ നമുക്ക് അറിയാം നമ്മുടെ ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ട്, പക്ഷെ ഈ സാധനത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നില്ല. അപ്പോൾ ഇത് 3 കൂടെ കടന്നു പോകുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക, നൺ. പക്ഷെ ഇവിടെ ലേക്ക് തങ്കാനിക്ക അറിയാവുന്ന ആൾക്കാർക്ക് തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ലേക്ക് തങ്കാനിക്ക ആഫ്രിക്കയിലാണെന്നും അതിന്റെ ഏകദേശം പൊസിഷനും അറിയാമെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാപ്പ് മനസ്സിലാലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഇക്വേറ്ററിന് കടന്നു പോകുന്നുണ്ടാവുന്നു. പക്ഷെ ഇക്വേറ്റർ കടന്നു പോകുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ടർമറിക് ഡ്യൂറിംഗ് ദ ഇയർ 2022 ആൻഡ് 2023. 2022-2023 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോഴൊന്നുള്ള കറണ്ട് അഫെയർ അല്ല, 2022-2023 കറണ്ട് അഫെയർ ആണ്. അവിടെ ഓൾറെഡി ഈ ഒരു കറണ്ട് അഫെയറിനെ കുറിച്ച് ജാനുവരി 16, 2025 ഹിന്ദുവില് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. എഗെയിൻ ടർമറിക് പ്രൊഡക്ഷനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ 2025 ജാനുവരിയിൽ വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് ടർമറിക് ഇൻ ദ വേൾഡ്. അത് ശരിയാണ്. ഇത് ലോജിക്കലി വേണമെങ്കിൽ ചിന്തിക്കാം.
നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ബാക്കി രാജ്യങ്ങൾ കറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കളിയാക്കാറ് അല്ലെ. അതായത് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ കറിയാണ് വരിക. അപ്പോൾ കുറേ സ്പൈസസ് വരും. അതിലൊന്നാണ് ടർമറിക്. ടർമറിക് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്, ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ്. ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ അത്രയും നമ്മുടെ അത്രയും ടർമറിക് ഒന്നും അവർ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ ശരിയാണ്. മോർ ദാൻ 30 വെറൈറ്റീസ് ഓഫ് ടർമറിക് ആർ ഗ്രോൺ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ടർമറിക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ടർമറിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപാട് ലോക്കൽ വെറൈറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ലോക്കൽ വെറൈറ്റീസ് ഉണ്ടാവും. ഇവിടെ മോർ ദാൻ 30 എന്നാണ് പറഞ്ഞേക്കണേ. ലെസ് ദാൻ 30 എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. മോർ ദാൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായ? നമ്മൾ കണ്ടുപിടിക്കാത്ത ലോക്കൽ വെറൈറ്റിയും ഇനിയും ഉണ്ടാവാം. ആ ലോജിക്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. ഇനി മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് ആർ മേജർ ടർമറിക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇത് കുറെ പേർക്ക് സംശയം വരും. മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് ആണോ മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സൗത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യയിലാണ് ടർമറിക് റിലേറ്റഡ് ആയിട്ട് കൾച്ചറിൽ ഏറ്റവും കൂടുതൽ ടർമറിക്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ അമ്പലങ്ങളിൽ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ മഞ്ഞളിന് പകരം മെയിൻ ആയിട്ട് യൂസ് ഭസ്മം പോലുള്ള സാധനങ്ങളാണ്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മഞ്ഞൾ നമ്മൾ അമ്പലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ താലി അല്ലെ, മറ്റേ തമിഴ്നാട്ടിലൊക്കെ താലി കെട്ടുന്നത് അത് എന്താ മഞ്ഞൾ ഇത് ചെയ്തിട്ടാണ്. അപ്പോൾ മഞ്ഞൾ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ടർമറിക് എന്ന് പറയുന്ന സംഭവം സൗത്ത് ഇന്ത്യയുടെ കൾച്ചറിൽ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലായിരിക്കാം ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത്രയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ ചിന്തിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ആ ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ സ്ട്രെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വേണം. അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചത് ശരിയാണ് എന്ന് വിചാരിക്കാം. കാരണം നോർത്ത് ഇന്ത്യയിൽ നമ്മൾ അത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടില്ല. മെയിൻലി തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് മെയിൻലി നമ്മൾ കേട്ടേക്കുന്നതും കണ്ടേക്കുന്നതും. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 and 3. ചിലർക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ, കാരണം പ്രൊഡക്ഷൻ അത്ര കൃത്യമായിട്ട്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നാൻ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടർമറിക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റും. കാരണം അവിടെ ഒരു സ്റ്റേറ്റ് എടുത്തിട്ട് പറയുകയാണ് ദിസ് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. അങ്ങനെയല്ല ഇവർ പറഞ്ഞേക്കുന്നത്. ഇവരെന്താ പറയണത്? മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് ആർ മേജർ ടർമറിക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. ഒന്നിലധികം സ്റ്റേറ്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പൊ ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നിലധികം സ്റ്റേറ്റ്സ് തന്നാൽ ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. പകരം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സ്റ്റേറ്റ് വന്നിട്ട് ദിസ് സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടർമറിക് എന്ന് പറഞ്ഞാൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3 ആണ്. അപ്പൊ ഇതൊരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓവർ 30 വെറൈറ്റീസ് ഓഫ് ടർമറിക് ആർ ഗ്രോൺ ഓവർ 20 സ്റ്റേറ്റ്സ്. മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് ആർ ദ ലാർജസ്റ്റ് ടർമറിക് പ്രൊഡ്യൂസേഴ്സ്. എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, കൺസ്യൂമർ, എക്സ്പോർട്ടർ ഓഫ് ടർമറിക് ഇൻ ദ വേൾഡ്. അപ്പൊ പ്യുവർലി കറണ്ട് അഫയേഴ്സ് ബേസ്ഡാ. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്ന് ഒരു ഇതുമില്ല. നമ്മൾ വിചാരിക്കും ഈ എല്ലാ കറണ്ട് അഫയറും പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല, ഇവിടെ നിങ്ങൾ ചാൻസ് എടുത്തേ പറ്റൂ ഈ ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഒരു കൺവെൻഷണൽ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് UPSC ചോദിച്ചേക്കുന്ന അതേ ഏരിയയിൽ നിന്ന് അതേ ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നു. അത്രേ ഉള്ളൂ. ഐസോതേം ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇൻ ജാനുവരി ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ ഐസോതേംസ് ബെൻഡ് ഇക്വേറ്റർ വേർഡ് വൈൽ ക്രോസിംഗ് ദ ലാൻഡ് മാസ് ആൻഡ് പോൾവേർഡ് വൈൽ ക്രോസിംഗ് ഓഷ്യൻ. നോക്കിക്കേ, ജാനുവരിയിലെ ഐസോതേം ഡിസ്ട്രിബ്യൂഷൻ ഇത് ഇങ്ങനെ തന്നെ ഞാൻ പ്രിലിംസ് എക്സ്ട്രീമിൽ എടുത്തിട്ടുണ്ട്. പ്രിലിംസ് എക്സ്ട്രീമിൽ ഇത് ഇങ്ങനെ തന്നെ, അതായത് ക്ലൈമറ്റോളജിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ചോദ്യം വരും. ആ സെയിം ചോദ്യമാണ്. ആ ക്ലാസ് കണ്ടവർക്ക് ഇത് ഈസിലി ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓഷ്യന്റെ മുകളിൽ ഐസോതേംസ് പോൾവേർഡ് ഡീവിയേറ്റ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കോണ്ടിനെന്റ്സിൽ ഐസോതേംസ് എന്ത് ചെയ്യാണ്? ഇക്വേറ്ററിന്റെ സൈഡിലോട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഓഷ്യനിൽ ഐസോതേംസ് പോൾവേർഡ് മൂവ് ചെയ്യുന്നത്? കാരണം അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ലാൻഡ് ഏരിയയിൽ ഐസോതേംസ് സൗത്ത് വേർഡ് ഡീവിയേറ്റ് ചെയ്യുന്നത്? കാരണം അവിടെ ടെമ്പറേച്ചർ കുറവാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇൻ ജാനുവരി ദ എയർ ഓവർ ഓഷ്യൻ ഈസ് വാർമർ ദാൻ ദാറ്റ് ഓവർ ദി ലാൻഡ് മാസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അതെ, ഓഷ്യനിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. അതായത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് ഐസോതേംസ് ഓഷ്യനിൽ മുകളിലോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ
ലാൻഡ് മാസിൽ കുറയുന്നതുകൊണ്ടാണ് ഐസോതേർംസ് സൗത്ത് വേർഡ് ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഫസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ്. സോ our answer is option A. Both statement 1 and 2 are correct. Statement 2 explains statement 1. Answer is option A. Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണ്, നമ്മൾ പ്രിലിംസ് എക്സ്ട്രീമിൽ എടുത്തതാണ്, അതും ക്ലൈമറ്റോളജിയുടെ ഫസ്റ്റ് ഇതിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എഫക്റ്റ് ഓഫ് വാട്ടർ ഓൺ റോക്സ്, chalk is known as very permeable rock. Okay. Whereas clay is known as quiet and impermeable or least permeable rock. നിങ്ങളുടെ കോമൺ സെൻസ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ. നിങ്ങൾ എവിടെയെങ്കിലും വെള്ളം താഴെ വീണു, അവിടെ ഒരു ചോക്ക് കൊണ്ടിട്ട് ആ ചോക്ക് എന്ത് ചെയ്യും? ആ വാട്ടർ അബ്സോർബ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? ചോക്ക് പെർമിയബിൾ ആണെന്ന് തന്നെയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ക്ലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്ലേയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ക്ലേയിൽ കുറേ നേരം വെള്ളം കെട്ടി നിൽക്കും, അല്ലേ? നമ്മൾ പൊതുവേ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ക്ലേയിലാണ്. കാരണം എന്താ? വെള്ളം കെട്ടി നിർത്തിയാൽ കൃഷി ചെയ്യുന്നത്. ചെളിമണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത്? കാരണം അത് ഇംപെർമിയബിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. ചോക്ക് ഈസ് പോറസ് ആൻഡ് ഹെൻസ് ക്യാൻ അബ്സോർബ് വാട്ടർ. ചോക്ക് പോറസ് ആയതുകൊണ്ടാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ശരിയാണ്. എവിടെയെങ്കിലും വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ചോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ആ വെള്ളം അബ്സോർബ് ചെയ്യും, കാരണം അത് പോറസ് ആയതുകൊണ്ടാണ്. ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ക്ലേ ഈസ് നോട്ട് അറ്റ് ഓൾ പോറസ്. അതായത് ക്ലേ ഒരു തരത്തിലും പോറസ് അല്ലാന്ന്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വാട്ടർ അബ്സോർബ് ചെയ്തിട്ടാണ് ക്ലേ നിൽക്കുന്നത്. നിങ്ങൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സ്ലോലിയാണ് അബ്സോർബ് ചെയ്യുള്ളൂ, പക്ഷെ അത് വാട്ടർ അബ്സോർബ് ചെയ്യും, അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താ? അത് കുറച്ച് പോറസ് ആയതുകൊണ്ടാണല്ലോ വാട്ടർ അതിനെ അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. കുറച്ച് പോറസ് ആയതുകൊണ്ടാണ് അതിന് വെള്ളം അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. നോട്ട് അറ്റ് ഓൾ പോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാ. അപ്പോൾ നമുക്ക് നോക്കാം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. ബോത്ത് 2 and 3 ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റാ, 3 തെറ്റാണല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ബോത്ത് 2 and 3 ആർ കറക്റ്റ് എന്നാണ് രണ്ടാമത്തേൽ പറയുന്നത്, അപ്പോൾ അതും തെറ്റി. ഇനി only one of the statement 2 and 3 are correct and that explains statement 1. അത് ശരിയാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1ലും 2ലും ഏതോ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. ആ ഒരെണ്ണം സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് 2ലും 3ലും ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. അത് സ്റ്റേറ്റ്മെന്റ് 1നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാ. ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1നെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിയാ. ഇനി നെയ്തർ സ്റ്റേറ്റ്മെന്റ് 2 നോർ സ്റ്റേറ്റ്മെന്റ് 3 ഈസ് കറക്റ്റ്. അത് എന്താ? തെറ്റാണ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് 2 അവിടെ ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഈ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 കാണുന്നുണ്ടല്ലോ, എക്സാമിനേഷൻ ഹോളിൽ കൺഫ്യൂഷൻ ഇരട്ടിയാവും. സ്റ്റേറ്റ്മെന്റ് 1ഉം 2 ആണെങ്കിൽ തന്നെ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ? കൺഫ്യൂഷൻ ലെവൽ കൂടും. അപ്പോൾ ഈ വർഷം ഈ 1, 2, 3 3 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റിന്റെ എണ്ണം കൂടി. അപ്പം നിങ്ങൾ ഇനി പ്രതീക്ഷിച്ചോ, ചിലപ്പോൾ UPSC ഈ ട്രെൻഡിന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 3 സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കൺഫ്യൂഷൻ ലെവൽ കൂടും, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എടുക്കുന്ന സമയം കൂടും. അതായത് ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഇവിടെ UPSC ഉദ്ദേശിച്ചേക്കുന്നത്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വിതൗട്ട് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വുഡ് ബി വെൽ ബിലോ ഫ്രീസിംഗ് പോയിന്റ് എവ്രിവെയർ ഓൺ ദി എർത്ത് സർഫസ്. അതായത് അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ടെമ്പറേച്ചർ ഫ്രീസിംഗ് പോയിന്റിന് താഴെ ആയിരുന്നേനെ, അതായത് -डिग्री ആയിരുന്നേനെ എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഒരു ജനറൽ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഭൂമി മൊത്തം -डिग्री ആയിരുന്നേനെ, അല്ലെങ്കിൽ ബിലോ ഫ്രീസിംഗ് പോയിന്റ് ടെമ്പറേച്ചർ ആയിരുന്നേനെ. അത് ശരിയാണ് ജനറലി. പക്ഷെ എവ്രിവെയർ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയെങ്കിലും വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് 0 കുറച്ച് മുകളിലായിരിക്കുമല്ലോ ടെമ്പറേച്ചർ നിൽക്കുന്നത്. അപ്പോൾ എവ്രിവെയർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇത് തെറ്റാണ്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് UPSC ജനറലി ആണ് ഉദ്ദേശിച്ചേക്കുന്നതെങ്കിൽ, അതായത് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും -डिग्री ആണ് എന്ന് ജനറലി പറയാം എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നതെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ എവ്രിവെയർ ഇവിടെ എന്ത് പേഴ്സ്പെക്റ്റീവിൽ എടുക്കണം? അതായത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണോ പറയുന്നത്? അതായത് അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഭൂമി മൊത്തം -डिग्री ആയിരിക്കും എന്ന അർത്ഥത്തിലാണോ പറയുന്നത്? അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഭൂമിയുടെ മുക്കും മൂലയും ഭൂമിയിലെ എല്ലാ സ്ഥലത്തും
-degree ആയിരിക്കും എന്നാണോ പറയുന്നത്? അത് ക്വസ്റ്റ്യൻ ഇട്ട ആളോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇത് വളരെ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ കീ വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവർ ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. അപ്പോൾ എവ്രിവെയർ എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഞാനിത് തെറ്റാണെന്ന് പറയുകയാണ്. ഇനി ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ട്രാപ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻസ് അവർ പ്ലാന്റ്സ് ആവറേജ് ടെമ്പറേച്ചർ. അതായത് അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ് നമ്മുടെ പ്ലാനറ്റിന്റെ ആവറേജ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത്. അത് ശരിയാണ്. കാരണം നമ്മുടെ ഹീറ്റ് ബജറ്റിൽ പറയുന്ന കാര്യം തന്നെ അതാണ്. എർത്ത് ആസ് എ ഹോൾ ഡസ് നോട്ട് അക്യൂമുലേറ്റ് ഓർ ഡസ് നോട്ട് എന്താ പറയുക റേഡിയേറ്റ് ഹീറ്റ് അല്ലെ. ഇറ്റ് മെയിൻറ്റെയിൻസ് എ ഹീറ്റ് ബാലൻസ്. അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ് ആർ പർട്ടിക്കുലർലി ഗുഡ് അറ്റ് അബ്സോർബിങ് ആൻഡ് ട്രാപ്പിംഗ് റേഡിയേഷൻ. അതും ശരിയാണ്. റേഡിയേഷൻസ് ട്രാപ്പ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ D, 2 and 3. ഓപ്ഷൻ എയുടെ കേസ് എനിക്കറിയില്ല ഏത് പെർസ്പെക്റ്റീവിലാണ് UPSC അതിനെ എടുക്കാൻ പോകുന്നതെന്ന്. ഇനി ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ്. അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് UPSC ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രിലിംസ് എക്സ്ട്രീം പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ എർത്ത് ഗെറ്റ് ഹീറ്റഡ് അപ്പ് എന്ന ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. ആ ഭാഗത്തുനിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ആംബിഗ്യസ് ആണ്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനാ. അഗെയിൻ ഡിഫിക്കൽട്ടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സയന്റിഫിക് സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് എ ഷിഫ്റ്റ് ടേക്സ് പ്ലേസ് ഇൻ എർത്ത് റൊട്ടേഷൻ ആൻഡ് ആക്സിസ്. അതായത് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷനിലും എർത്തിന്റെ ആക്സിസിലും ചേഞ്ചസ് ഉണ്ട്. അത് ശരിയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ കാണുന്ന കാര്യമാണ്. എർത്തിന്റെ ആക്സിസ് ചേഞ്ച് ചെയ്തു, എർത്തിന്റെ റൊട്ടേഷനിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി സോളാർ ഫ്ലെയേഴ്സ് and associated coronal mass ejections bombarded the Earth's outermost atmosphere with tremendous amount of energy. ഈ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി കുറച്ച് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ NCERTയിൽ നിന്നുള്ള ഒരു സ്നിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. The early atmosphere with the hydrogen helium supposed to have been stripped off as a result of solar winds. This happened not only in case of Earth but also all terrestrial planets which were supposed to have lost their primordial atmosphere through the impact of solar winds. അതായത് അവർ പറയുന്നത് സോളാർ വിൻഡിന്റെ ഇമ്പാക്ട് കൊണ്ട് എന്താ ഔട്ടർ അറ്റ്മോസ്ഫിയർ, എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് അറ്റ്മോസ്ഫിയർ സ്ട്രിപ്പ് ചെയ്യപ്പെട്ടു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതായത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ടെർമിനോളജീസ് എക്സ്ട്രീം ആണ്. ഇവർ പറയുന്നത് ഔട്ടർ അറ്റ്മോസ്ഫിയർ ബംബാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും വിത്ത് ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി നമ്മുടെ NCERT സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് പോയിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം. ആസ് ദ എർത്ത് പോളാർ ഐസ് മെൽറ്റ്സ് the water tends to move towards the equator. അതായത് പോളാർ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോളാർ റീജിയനിൽ നിന്ന് വെള്ളം ഇക്വേറ്ററിലോട്ട് വരും. ശരിയാണ്. പോളാർ റീജിയനിൽ ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ പോളാർ റീജിയനിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഇനി ഇതിൽ കണക്ഷൻ ആണ് ചോദിക്കുന്നത്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ? ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് തേർഡ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. കാരണം എർത്തിന്റെ ആക്സിസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും എർത്തിന്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും സോളാർ ഇൻസുലേഷനിൽ വേരിയേഷൻ ഉണ്ടാവും. സോളാർ ഇൻസുലേഷനിൽ വരുന്ന വേരിയേഷൻസ് ആണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് എവിടെ ഇല്ല? ഡയറക്റ്റ് ഇമ്പാക്ട് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഇല്ല. സോ ആൻസർ വരിക only one of the statement 2 and 3 is correct and that explains statement 1. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. എന്തായാലും ഫസ്റ്റും സെക്കൻഡും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടും സ്റ്റേറ്റ്മെന്റ് 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞു ഒരു ഡയറക്റ്റ് എഫക്റ്റ് അവിടെ ഇല്ല. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ച് എക്സ്ട്രീം ആയിട്ടാണ് ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരിക ഇതിന്റെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ജോഗ്രഫിയിൽ നിന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോഗ്രഫി ഞാൻ പറയാം, കമ്പയറിംഗ് ടു ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി ക്വസ്റ്റ്യൻസ്
ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആണ്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ജോഗ്രഫി തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ജോഗ്രഫി ഇനിയുള്ള കാലത്ത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലല്ല ചിലപ്പോൾ സെറ്റ് ചെയ്യുക. നല്ല ഡീപ്പ് നോളജ് ഇവിടെ ആവശ്യമാണ്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഡയറക്ട്ലി NCERT കട്ട് കോപ്പി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഈ വർഷം എല്ലാവരും വിചാരിച്ച NCERT നിന്ന് ഡയറക്ട്ലി കട്ട് കോപ്പി പേസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ആ രീതിയിലല്ല UPSC ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തേക്കുന്നത്. പ്യുവർലി നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം വേണം. അതുപോലെ തന്നെ ട്രെൻഡിൽ പ്ലേസസ് ഇൻ ന്യൂസ് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഫേമസ് ആയിട്ടുള്ള മൗണ്ടൻസ്, ലേക്സ്, ഇവരുടെയൊക്കെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മാപ്പ് ബേസ്ഡ് ആയിട്ട് പഠിക്കണം. മാപ്പിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ടഫ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കേസില്ല. പൊതുവെ ക്വസ്റ്റ്യൻസ് ടഫ് ആയതുകൊണ്ട് എല്ലാവർക്കും അതേ ലെവലിൽ തന്നെയായിരുന്നു. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല, ടച്ച് ചെയ്താൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ആൻസർ ചെയ്ത് നോക്കിയവർക്ക് തെറ്റിയിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റേയാൾക്കും തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ, ഇത്ര മാർക്ക് വേണം എന്നുള്ളതല്ല, ആദ്യത്തെ ബെസ്റ്റ് മാർക്കുള്ളവരാണ് കയറുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇനിയുള്ള മെയിൻസിനുള്ള പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.